പലവിധ വൈവിധ്യങ്ങൾ കൊണ്ട് പേരുകേട്ട നാടാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിനെ ഇന്നും അലട്ടുന്ന പ്രധാന പ്രശ്നം ഗതാഗത പ്രശ്നം തന്നെയാണ്. ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ജനവാസമുള്ള 10 ദ്വീപുകളിലെയും അവസ്ഥ ഇതുതന്നെ. ഈ വീഡിയോയിൽ ലക്ഷദ്വീപിലെ വിവിധ ഗതാഗത സംവിധാനത്തെയാണ് നാം പരിചയപ്പെടുത്താൻ പോകുന്നത്. ലക്ഷദ്വീപിൽ ആകെ ഒരു വിമാനത്താവളമാണുള്ളത്. അത് അഗട്ടിയിലാണ്. പെർമിറ്റുള്ള ടൂറിസ്റ്റുകൾക്ക് ഇവിടെ തങ്ങാം. അഗട്ടിയിൽ പെർമിറ്റില്ലാത്തവർ വിമാനമിറങ്ങി തൊട്ടടുത്ത സമയങ്ങളിലുള്ള വെസലുകളിലോ കപ്പലുകളിലോ അവർക്ക് പെർമിറ്റുള്ള ദ്വീപുകളിലേക്ക് പോവുകയാണ് വേണ്ടത്. പ്രധാനമായും 3 തരം ഗതാഗത സംവിധാനമാണ് ദ്വീപുകാർ ഉപയോഗിച്ചു വരുന്നത്. ഒന്ന് പരമ്പരാഗത ബോട്ടുകളാണ്, മറ്റൊന്ന് വെസലുകൾ, മൂന്നാമത്തേത് കപ്പലുകൾ. ഞങ്ങളുടെ യാത്രാനുഭവത്തിൽ അഗട്ടിയിൽ നിന്നും കവരത്തിയിലേക്ക് ആദ്യം വെസലിലായിരുന്നു യാത്ര. ലക്ഷദ്വീപ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിലുള്ളതാണ് ഈ വെസൽ. ഇത്തരത്തിൽ 6 വെസലുകളുണ്ട്. 150 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതും അതിൽ താഴെയുള്ളതുമാണവ. നല്ല കാലാവസ്ഥയാണെങ്കിൽ അതിവേഗത്തിൽ ഈ വെസലുകൾക്ക് സഞ്ചരിക്കാൻ കഴിയും. ഒറ്റ നോട്ടത്തിൽ ഒരു മിനി കപ്പൽ. വിമാനത്തിലേതിന് സമാനമായ യാത്രാ സൗകര്യങ്ങൾ, മനോഹരമായ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, AC സംവിധാനം, ലഗേജുകൾക്കായി പ്രത്യേക ബർത്തുകൾ, ചെറു ചായയും പാനീയങ്ങളും ലഭിക്കുന്ന ചെറിയ ഫുഡ് കൗണ്ടറും ഇവിടെയുണ്ട്. ബാത്റൂം സൗകര്യവും VIP ലോഞ്ചും ഉൾപ്പെടുന്ന ഈ സംവിധാനം മനോഹരമായി ഇവർ പരിപാലിച്ചു പോരുന്നുണ്ട് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. സീറ്റിൽ ഇരിക്കുന്നതാണ് അഭികാമ്യം. പരിചയമില്ലാത്തവർക്ക് ജലാശയത്തിലെ ഓളങ്ങളിൽ വെസൽ ആടിയുലയുന്നത് പോലെ അനുഭവപ്പെട്ടേക്കും. അതുപക്ഷേ നിൽക്കുന്നയാൾ വീണു പോകാൻ വരെ സാധ്യതയുണ്ട്. എല്ലാ ദ്വീപുകളിലേക്കും ഇത്തരം വെസലുകൾ സർവീസ് നടത്തുന്നുണ്ട്. ലക്ഷദ്വീപുകാർക്ക് ഇളവോടുകൂടിയ പ്രത്യേക നിരക്കും ടൂറിസ്റ്റുകൾക്ക് മറ്റൊരു നിരക്കുമായിരിക്കും. ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്ത് വേണം ഇതിൽ സീറ്റുറപ്പിക്കാൻ എന്നതാണ് പ്രത്യേകത. ഇത്തരം വെസലുകൾ ചില ദ്വീപുകളിലെ ബർത്തുകളിൽ അടുക്കും. എന്നാൽ കരയിലെ ആഴക്കുറവ് കാരണം നടുക്കടലിലായിരിക്കും ചിലത് നിർത്തുക. ഇത്തരം ഘട്ടങ്ങളിൽ ബോട്ടുകളിൽ ആളുകളെ എത്തിക്കും. വെസലിൻ്റെ തൊട്ടടുത്തു തന്നെ ചെറു ബോട്ടുകൾ വെസലുകളുമായി ചേർന്ന് കയർ കെട്ടി പരസ്പരം ബന്ധിപ്പിക്കും. ജീവനക്കാരുടെയും യാത്രക്കാരുടെയും പരസ്പര സൗഹൃദത്തിൻ്റെ ഒരു പ്രക്രിയ കൂടി ഇവിടെ നടക്കുന്നതായി നമുക്ക് കാണാം. യാത്രികർ വെസലിൻ്റെ പിൻഭാഗത്തെ ഗോവണി വഴിയാണ് കയറുക. ബോട്ടിൽ നിന്നും ആ ഗോവണിയിലേക്ക് കയറുക ഒരു ജീവൻ മരണ പ്രക്രിയയാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പ്രായമായവർക്കും. ജലത്തിൻ്റെ ഓളം വെട്ടലിനനുസരിച്ച് അവ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കും. സൂക്ഷിച്ചില്ലെങ്കിൽ ഏറെ അപകട സാധ്യതയുള്ള ഒന്നുകൂടിയാണ് ഈ പ്രക്രിയ. വെസലുകളിൽ നിന്നും ചരക്കിറക്കുന്ന പ്രോസസ്സാണ് അതിലേറെ രസകരം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും അത് അവരുടെ ഒരു അവസ്ഥയാണ്. മുകളിൽ നിന്നും താഴേക്ക് എറിഞ്ഞു കൊടുക്കും. ബോട്ടിലുള്ള ആളുകൾ അവ പിടിക്കും. ആളുകൾ കയറിക്കഴിഞ്ഞാൽ വെസൽ പുറപ്പെടും. പല ദ്വീപുകൾ തമ്മിലും 1-ൽ കൂടുതൽ മണിക്കൂറുകളുള്ള വ്യത്യാസങ്ങളുണ്ടാകും. മറ്റൊരു യാത്രാ സംവിധാനമാണ് പരമ്പരാഗത ബോട്ടുകൾ. കാലവർഷം കനക്കുകയോ കടൽ പ്രക്ഷുബ്ധമാവുകയോ ഒക്കെ ചെയ്താൽ ഈ ഗതാഗതം നിലക്കും. മാത്രവുമല്ല, ഇത്തരം ബോട്ടുകളിൽ ലഭ്യമാവേണ്ട ഇന്ധനങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ലഭ്യമാവാതെ വന്നാൽ ഈ ബോട്ട് സഞ്ചാരം നിലക്കും. ഭീതി ജനിപ്പിക്കുന്നതാണ് ഇത്തരം യാത്രകൾ. നടുക്കടലിലൂടെ ജലാശയങ്ങൾ കീറിമുറിച്ചുള്ള യാത്രയായിരുന്നു ഞങ്ങളുടെ കടമത്ത് ദ്വീപിൽ നിന്നും അമിനി ദ്വീപിലേക്കുള്ള 1 മണിക്കൂർ നീണ്ട യാത്ര. സംഭവമാണ് റൂട്ട് മാപ്പ്.
റൂട്ട് മാപ്പ് അതെന്താണ്, എങ്ങനെയാണ് നമ്മൾ അറിയാം? അതറിയാം, ഈ ഡിഗ്രി വെച്ചിട്ടാണ് ഓടുന്നത്. ഓരോ ഡിഗ്രി, ഓരോ ദ്വീപിലേക്കും ഓരോ ഡിഗ്രി ഉണ്ട്. ആ ഡിഗ്രി വെച്ചിട്ടാണ് നമ്മൾ ഓടുന്നത്. അപ്പൊ ഇപ്പൊ GPS സിസ്റ്റം ഉണ്ട്. GPS സിസ്റ്റം അടിക്കുമ്പോൾ അത് കറക്റ്റ് നമുക്ക് കാണിച്ചു തരും സ്ഥലം. ഞങ്ങൾക്കൊപ്പം ലക്ഷദ്വീപ് MP ഹംദുള്ള സയീദും നാട്ടുകാരും ഉണ്ടായിരുന്നു ഈ യാത്രയിൽ. ഈ യാത്രക്കിടയിൽ MP പറഞ്ഞൊരു കാര്യം കൂടി പറയട്ടെ. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം, കടൽ പ്രക്ഷുബ്ധമായ സമയം. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ ദ്വീപുകളിൽ നിന്നും ദ്വീപിലേക്ക് സഞ്ചരിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർക്ക് വെസൽ വിട്ടു നൽകിയില്ലത്രേ. BJP വെസലുകളിൽ സുരക്ഷിത യാത്ര നടത്തുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ബോട്ടുകളിലായിരുന്നു അവരുടെ പര്യടനങ്ങൾ നടത്തിയിരുന്നതെന്ന്. കേവലം 1 മണിക്കൂർ മാത്രം ബോട്ടിൽ യാത്ര ചെയ്ത് ഞങ്ങൾക്കുണ്ടായ ഭീതി ചെറുതൊന്നുമല്ല. ഇനി ഈ യാത്രയിലെ ഏറെ ആനന്ദിപ്പിക്കുന്ന കാഴ്ചകൾ കൂടി പറയാം. ലക്ഷദ്വീപിലെ കടൽ വെള്ളം അത് കണ്ണാടിച്ചില്ല് പോലെ തിളങ്ങുന്ന ഒന്നാണ്. ആഴക്കടലിലെ കാഴ്ചകൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇമ വെട്ടി കാണാം. ഇടയ്ക്കിടെ കടലാമകളും ഡോൾഫിനുകളും സ്രാവുകളും പലതരത്തിലുള്ള വർണ്ണശബളമായ മീനുകളും ജലാശയത്തിൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെടും. ഈ കാഴ്ചകളും വേറിട്ട ഒരു അനുഭവം തന്നെയാണ് സമ്മാനിക്കുക. കടമത്തിൽ നിന്നും അമനിയിലേക്കുള്ള യാത്രയിൽ ഞങ്ങളൊരു കപ്പൽ കണ്ടു. അതാണ് MV അറേബ്യൻ സീ എന്ന ലക്ഷദ്വീപിൻ്റെ സ്വന്തം കപ്പൽ. കപ്പലിൻ്റെ ബർത്തിലേക്ക് ഞങ്ങളുടെ ബോട്ട് എടുക്കുകയാണ്. മുൻപ് പറഞ്ഞ പോലെ ഏറെ അപകടം നിറഞ്ഞ ആ യാത്രയിൽ ബോട്ടിൽ നിന്നും കരയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ MP തന്നെ അപകടത്തിൽപ്പെടുമായിരുന്ന ദൃശ്യമാണിത്. കടലിലെ ഓളം ബോട്ടിനെ അപകടത്തിലാക്കും വിധം മാറി മറിയുന്നു. മൂന്നാമത്തെ യാത്ര ഈ കപ്പലിലാണ്. MV അറേബ്യൻ സീ എന്ന കപ്പലിൽ കൊച്ചിയിലേക്കാണ് യാത്ര. അമിനി ദ്വീപിൽ കപ്പൽ കിടക്കുന്നു. ദ്വീപിൽ കപ്പലെടുക്കുന്നത് അവർക്ക് പെരുന്നാൾ പോലെ ആഘോഷമുള്ള ഒന്നാണ്. കാരണം കൊച്ചിയിൽ നിന്നും ബേപ്പൂരിൽ നിന്നും അവിടേക്കാവശ്യമായ ഭക്ഷ്യസാധനങ്ങളും മറ്റ് സാധന സാമഗ്രികളും വരും. നല്ല ഫ്രഷ് സാധനങ്ങൾ ലഭിക്കുന്ന ഘട്ടം കൂടിയാണ് ആ ദിവസങ്ങൾ. പലവിധ സാഹചര്യങ്ങൾ കൊണ്ട് കപ്പൽ വൈകിയാൽ പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെ കേടുവരാനുള്ള സാധ്യതകൾ പോലുമുണ്ട്. കപ്പൽ ബർത്ത് ഒരു മിനി മാർക്കറ്റ് പോലെയാണ്. വാഹനങ്ങൾ വരുന്നു, സാധനങ്ങൾ കൊണ്ടുപോകുന്നു, പോർട്ടർമാരും തൊഴിലാളികളും സംഗമിക്കുന്നു. ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള അവസ്ഥകൾ അവിടെയുണ്ട്. ഈ കപ്പലിൽ 350 പേർക്കാണ് യാത്ര ചെയ്യാൻ കഴിയുക. നീണ്ട 15 മണിക്കൂർ നീണ്ട യാത്രയാണ് കൊച്ചിയിലേക്ക് ഞങ്ങൾക്കുണ്ടായത്. കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ സമയദൈർഘ്യം കൂടുകയും ചെയ്യും. ഞങ്ങൾ കപ്പലിൽ പ്രവേശിച്ചു. മനോഹരവും വൃത്തിയായി സൂക്ഷിക്കുന്നതുമായ കപ്പൽ. ലക്ഷദ്വീപുകാരുടെ വൃത്തിയെയും അവരുടെ കരുതലിനെയും ഇവിടെ സ്മരിക്കാതെ തരമില്ല. സന്ദർഭോചിതമായ ഒരു അനുഭവം പറയാം. ഞങ്ങൾ കവരത്തിയിലെ കടലിൽ കുളിക്കാനിറങ്ങി. നാട്ടുകാരനായ ആസിഫും ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ പവിഴപ്പുറ്റുകൾ അങ്ങിങ്ങായി കാണാം. കൗതുകം കൊണ്ട് അതിനരികിലേക്ക് പോകാൻ തുനിഞ്ഞ ഞങ്ങളെ അവൻ വിലക്കി. കാരണം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് ഇവരുടെ സങ്കേതമാണ്, അവരുടെ ആവാസ കേന്ദ്രം. അതിൽ അവരുടെ പ്രജനനമോ മറ്റോ ഒക്കെ നടക്കും. നമ്മൾ അവിടെ ശല്യക്കാരാവരുത്. എന്തുകൊണ്ടാണ് ലക്ഷദ്വീപിലെ ജലം ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നത് എന്നതിൻ്റെ ഉത്തരം കൂടി എനിക്ക് ആ മറുപടിയിൽ നിന്നും കിട്ടി. വിശാലവും കൗതുകവും ഉണർത്തുന്ന യാത്ര. കപ്പൽ പുറപ്പെടുകയാണ്. ഡെക്കിൽ നിൽക്കുമ്പോൾ നമ്മൾ കടന്നു വന്ന വഴികൾ മനോഹരമായി കാണാം. എഞ്ചിനും ക്യാപ്റ്റൻ്റെ ബ്രിഡ്ജും ഉൾപ്പെടെ 4 നിലകളുള്ള കപ്പൽ. 4 ക്ലാസ്സുകളിലായുള്ള താമസ സംവിധാനമാണ് കപ്പലിലുണ്ടാവുക. ഒന്നാമത്തേത് ബെർത്ത് സംവിധാനമാണ്. സാധാരണ ട്രെയിനുകളിൽ കാണുന്ന പോലെയുള്ള ബെർത്തുകളാണ് ഇവിടെ ഉണ്ടാവുക. രണ്ടാമത്തേത് ഫസ്റ്റ് ക്ലാസ്. ഒരു റിസോർട്ടിലെ മുറി പോലെ തോന്നിപ്പിക്കും. മനോഹരമായ ഡബിൾ കട്ടിലും സോഫയും ബാത്റൂമും ഷെൽഫ് സംവിധാനങ്ങളും TVയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു മുറി. മൂന്നാമത്തേത് സെക്കൻഡ് ക്ലാസ്. ഒരു ഫാമിലിയിലെ 4 പേർക്ക് മാത്രം താമസിക്കാൻ കഴിയുന്ന 2 ബെർത്തുകളുള്ള റൂം. ബാത്റൂം സൗകര്യത്തോടെയുള്ള ഈ മുറി ഏറെ ഉപകാരപ്രദമാണ്. അടുത്തത് VIP മുറിയാണ്. ഫസ്റ്റ് ക്ലാസ്സിൻ്റേതിന് സമാനമായുള്ള മുറി.
വിശാലമായ കിച്ചൺ സൗകര്യവും നിസ്കാര ഹാളും കടൽക്കാറ്റുകൊണ്ടുള്ള യാത്രകളും ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സീറ്റുകളും പുറത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കപ്പലിൻ്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വെൽഫെയർ ഓഫീസ്, ക്യാപ്റ്റൻ്റെ പേഴ്സണൽ റൂം എന്നിവയും നമുക്ക് കപ്പലിൽ കാണാം. ക്യാപ്റ്റൻ വിശ്രമിക്കുകയാണെങ്കിൽ പോലും കപ്പലിൻ്റെ സഞ്ചാരവും നിയന്ത്രണവും ഏറ്റെടുക്കാനും നിർദ്ദേശങ്ങൾ നൽകാനും കഴിയുന്ന സംവിധാനങ്ങളും ക്യാപ്റ്റൻ്റെ മുറിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രത്യേക സുരക്ഷ അർഹിക്കുന്ന മുറിയായതിനാൽ ഞങ്ങൾക്കത് പകർത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ പോകുന്നത് ക്യാപ്റ്റൻ്റെ ബ്രിഡ്ജിലേക്കാണ്. കപ്പൽ ഗതാഗതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനങ്ങളും ഏറെ സാഹസികതകൾക്കും സാക്ഷ്യം വഹിക്കുന്ന ഇടം. കപ്പലിൻ്റെയും ബ്രിഡ്ജിൻ്റെയും ഒക്കെ പരമാധികാരി ക്യാപ്റ്റൻ തന്നെ. നിരവധി സഹായികളുണ്ടാകും. ബ്രിഡ്ജിൽ നിന്നുള്ള ഓപ്പറേഷനുകൾ ക്യാപ്റ്റൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. സാറ്റലൈറ്റ് നാവിഗേഷൻ സംവിധാനം ഉപയോഗിച്ച് നിർദ്ദിഷ്ട സഞ്ചാരപഥത്തിലൂടെയാണ് കപ്പൽ കടന്നു പോവുക. ഏതെങ്കിലും വെല്ലുവിളികളോ മറ്റേതെങ്കിലും ചെറുവള്ളങ്ങളോ ബോട്ടുകളോ മുന്നിൽപ്പെട്ടാൽ പ്രത്യേക കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിലൂടെ ആരാദ്യം കടന്നു പോകും എന്ന് അവർ ഉറപ്പുവരുത്തും. ബ്രിഡ്ജിൽ നിരവധിയായ യന്ത്രങ്ങൾ കാണാം, ഒപ്പം ലിവറും. ഈ ലിവർ അറിയാതെ പോലും കൈ തട്ടിപ്പോയാൽ കപ്പൽ നിൽക്കും. അതിനായി സുരക്ഷിതമായി അവ സംവിധാനിച്ചിരിക്കുന്നതും കാണാം. അതീവ സുരക്ഷിതവും പ്രാധാന്യമർഹിക്കുന്നതുമായ ഈ ബ്രിഡ്ജിൽ നിന്നപ്പോൾ എത്രമാത്രം ജാഗ്രത ഇവർ പുലർത്തുന്നു എന്ന് മനസ്സിലായി. ബ്രിഡ്ജിലെ യന്ത്രങ്ങളിലെ സിഗ്നൽ ലൈറ്റുകൾ കട്ടിയുള്ള പേപ്പർ ബോർഡുകൾ കൊണ്ട് മറയ്ക്കുന്നുണ്ട് ജീവനക്കാർ. അന്വേഷിച്ചപ്പോഴാണ് രാത്രികാലങ്ങളിൽ ഒരു ചെറു ലൈറ്റ് പോലും ബ്രിഡ്ജിൽ പാടില്ലെന്ന് അവർ പറഞ്ഞത്. കൂരിരുട്ടിൽ ഇരുന്നാണ് രാത്രി യാത്ര എന്നാണ് ക്യാപ്റ്റൻ പറഞ്ഞത്. ബ്രിഡ്ജിലെ കാഴ്ചകൾ ഏറെ പഠനാർഹമായിരുന്നു. ഒരു മനോഹരമായ യാത്ര. ഓളം തെന്നിമാറ്റി ഞങ്ങളുടെ കപ്പൽ കൊച്ചി ലക്ഷ്യമാക്കി നീങ്ങി. രാത്രിയിൽ ചോറും ചപ്പാത്തിയും ചൂരക്കറിയും ഉപ്പേരിയും റൂമിലേക്ക് വന്നു. രാത്രിയിൽ സുഖമായി ഉറങ്ങി. പ്രഭാതത്തിൽ കപ്പലിൽ നിന്നും സൂര്യോദയം കാണാം. ഏറെ നയനാനന്ദകരമാണത്. ആളുകളെല്ലാം അവ കാണാൻ ഞങ്ങളെപ്പോലെ എഴുന്നേറ്റിട്ടുണ്ട്. പ്രഭാത ഭക്ഷണവും വന്നു. ചായയും പുട്ടും പഴവും ചെറുപയറും ഉപ്പുമാവുമെല്ലാം ഉണ്ട്. ഒന്ന് കുളിച്ച് ഫ്രഷായി പുറത്തിറങ്ങിയപ്പോഴേക്കും അകലെ നിന്നും കൊച്ചിയിലെ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ തലപൊക്കി നിൽക്കുന്നത് കണ്ടു. അടുത്തേക്കെത്തും തോറും ലക്ഷദ്വീപിൻ്റെ മനോഹരമായ ആ ജലാശയം കണ്ട ഞങ്ങൾക്ക് കൊച്ചിയുടെ കറുത്ത ജലാശയവും മാലിന്യങ്ങളും കണ്ടപ്പോൾ സഹതാപം തോന്നി. ചില കപ്പലുകളും ബാർജുകളും ഞങ്ങൾക്കരികിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലും പിന്നിട്ട് കപ്പൽ തീരത്തേക്ക് അടുക്കുകയാണ്. ലഗേജുകളെല്ലാം കയ്യിലേന്തി ഞങ്ങൾ പുറത്തേക്ക് കടന്നു. ലക്ഷദ്വീപിൻ്റെ ഗതാഗത സംവിധാനങ്ങളിൽ ഞങ്ങൾ നേരിട്ടറിഞ്ഞ മനോഹരവും ദുർഘടവുമായ സഞ്ചാരപാതകളാണ് ഇവിടെ വിവരിക്കപ്പെട്ടത്. ഈ സംവിധാനങ്ങളത്രയും ദ്വീപിൽ സ്ഥാപിക്കപ്പെട്ടിട്ട് കേവലം വർഷങ്ങൾ മാത്രമേ ആയുള്ളൂ എന്ന് പറയുമ്പോൾ അതിനു മുൻപുള്ള കാലങ്ങളിലെ അവരുടെ അതിജീവനത്തെ ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്നിട്ടും അവർ ജീവിച്ചുവെങ്കിൽ അവരിലെ മനക്കരുത്തും ദൈവാനുഗ്രഹവും അവർക്കുമേൽ നിറയെ ഉള്ളത് കൊണ്ടാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. ലോകം വികസിക്കുമ്പോൾ ദ്വീപും വികസിക്കണം. പക്ഷേ ദ്വീപിൻ്റെ വികസനം വളരെ പതുക്കെയാണെന്ന് തന്നെ പറയേണ്ടി വരും. ലക്ഷദ്വീപിനെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ നേതാവാണ് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന PM സയീദ്. അദ്ദേഹത്തിൻ്റെ മകൻ ഹംദുള്ള സയീദും ആ പാതയിൽ തന്നെയാണ്. ലക്ഷദ്വീപിനെ അനുഭാവപൂർവ്വം പരിഗണിക്കുന്ന ഒരു ഭരണകൂടം കേന്ദ്രത്തിൽ വന്നെങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ദ്വീപിന് സാധിക്കുകയുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്.